ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. ഞാൻ ഷോക്കിട്ടേ കാരണം എന്ന് പറയുമ്പോ എനിക്ക് പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ബിഗ് ബോസ് ഷോ മാത്രല്ല, കഴിഞ്ഞൊരു 9 വയസ്സ് തൊട്ട് ഞാൻ കിടന്ന് അനുഭവിക്കുന്നതാണ് എന്റെ മനസ്സിൽ വരുന്നത്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ഇത്രയും വർഷവും ഞാൻ എല്ലാവരുടെ ഇടയിൽ ഒറ്റപ്പെട്ടും സ്കൂളിലൊക്കെ പഠിക്കുന്നത് ഞാൻ ആരും ഒറ്റപ്പെട്ടു കാണത്തില്ല. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. നീയും എന്റെ വിഷമത്തിനൊരു കാരണമാകുന്നു എന്നുള്ളതാണ് സത്യം. എന്റെ ഈശ്വര, ഇവളെന്റെ ഫോട്ടോയിൽ മാലയിടിക്കോ? തുടക്കം മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ വല്ല ക്ലിന്റൺ മൊണീക്ക. മനുഷ്യനോട് പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോൾ അവന്റെ ഒരു ഞൗണിക്ക. ഇപ്പൊ ഇത് അടുത്ത ആഴ്ച ഞാൻ നോമിനേഷനിൽ വരട്ടെ, ഞാൻ ഔട്ട് ആവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? കൊണ്ട് പറ്റുന്നില്ലെന്ന് പറഞ്ഞാ ഇത് മനസ്സിലാക്കി എന്നെ പുറത്താക്കട്ടെ. സന്തോഷം, അത്ര നിർബന്ധമാണ്. ഞാൻ തരാം വണ്ടിക്കൂലി, വേഗം സ്ഥലം വിടും. എന്റെ ലൈഫ് ടോട്ടലി പോയി കഴിഞ്ഞു. ഞാനാണ് ഇവിടുത്തെ പ്രശ്നം. ഈ കുശാല ഭക്തൻ മറ്റുള്ളവർക്ക് ഒരു ലഗേജ് ആവരുത്, പാരാവരുതെന്ന്. പറ്റുന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. പോയിക്കടാ, പോവും പോടാ, ഞാൻ പോവാ. ഫോണിലേ ഫോണിലേന്ന് ഇല്ല, പോണില്ല. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.